ഗുഡ് ഡേ ആൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇവൻറ്റ്. എന്താണ് ഇവൻറ്റ്? ഓക്കെ, അതായത് എനി സബ്സെറ്റ് ഓഫ് ദ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് ഇവൻറ്റ്. അതായത് സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റിനെ പറഞ്ഞ പേരാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നു, ഒരു ഡൈ ത്രോ ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെ വരാം? 1 2 3 4 5 6. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1,2 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇവൻ്റാണ്. സെറ്റിന് സാമ്പിൾ സ്പേസിന് സബ്സെറ്റിൻ്റെ പറഞ്ഞാണ്. അല്ലെങ്കിൽ 4 5 6 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇവൻ്റാണ്. അല്ലെങ്കിൽ 5 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇവൻ്റാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ എന്താണ്? 1 2 3 സെറ്റ് 4 5 6 സെറ്റ് 3 ഒക്കെ എന്താണ്? ഇവൻറ്റ്സ് ആണ്. ഓക്കെ, അത് സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റിൻ്റെ പറഞ്ഞ പേരാണ്. എനി സബ്സെറ്റ് ഓഫ് ദി സാമ്പിൾ സ്പേസിൻ്റെ പറഞ്ഞ പേരാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ഇവൻ്റ് ഉണ്ട്. സിമ്പിൾ ഇവൻ്റും ഉണ്ട്, കോമ്പൗണ്ട് ഇവൻ്റും ഉണ്ട്. ഒരു ഇവൻ്റ് സിമ്പിളാണെന്ന് പറയണമെങ്കിൽ അതിൽ ഒരു എന്തേ പാടുള്ളൂ? ഒരു ഇഫ് ഇറ്റ് കണ്ടെയ്ൻ ഓൺലി ഔട്ട്കം, അല്ലെങ്കിൽ ഒരു സാമ്പിൾ പോയിൻ്റ് കാണാനേ പാടുള്ളൂ. ഓക്കെ, അതായത് ഒരു ഡൈ ത്രോ ചെയ്യുന്നു, സെറ്റ് 1 എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമ്പിൾ ഇവൻ്റാണ്. അത് നമുക്ക് ഇവൻറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഓക്കെ, അതായത് രണ്ട് കോയിൻ ടോസ് ചെയ്യുന്നു. ഹെഡ് വരാം, ഹെഡ് വരാം, ടെയിൽ വരാം, ടെയിൽ വരാം. ഓക്കെ, ഇവിടെ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിമ്പിൾ ഇവൻ്റാണ്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, രണ്ട് കോയിനാണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിംഗിളായിട്ടുള്ള ഒരു എലമെൻ്ററി ഔട്ട്കം, ഒരു 1 സാമ്പിൾ പോയിൻറ്റിന് പറഞ്ഞ പേരാണ് സിമ്പിൾ ഇവൻറ്റ്. ഓക്കെ, ഒരു ഇവൻറ്റ് സെറ്റ് ബി സിമ്പിൾ ആണെങ്കിൽ അത് എന്തേ പാടുള്ളൂ? ഒരു ഔട്ട്കം, ഒരു സാമ്പിൾ പോയിൻ്റ് കാണാൻ പാടുള്ളൂ. ടെയിൽ ഹെഡൊക്കെ എന്താണ്? സിമ്പിൾ ഇവൻ്റാണ്. നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ടെയിലൊക്കെ എന്താണ്? ഒരു സിമ്പിൾ ഇവൻ്റാണ്. അല്ലെങ്കിൽ ഒരു ഡൈ ത്രോ ചെയ്യുന്നെങ്കിൽ 1 സിമ്പിൾ ഇവൻ്റാണ്, 2 സിമ്പിൾ ഇവൻ്റാണ്, 6 സിമ്പിൾ ഇവൻ്റാണ്. ഓക്കെ, അടുത്താണ് കോമ്പൗണ്ട് ഇവൻറ്റ്. അതായത് ഒരു ഇവൻറ്റ് കോമ്പൗണ്ട് ഇവൻറ്റ് എന്ന് പറയണമെങ്കിൽ അതിൽ ഒന്നിൽ കൂടുതൽ എന്തുണ്ട്? ഔട്ട്കം ഉണ്ട്. അതായത് ഒരു ഡൈ ത്രോ ചെയ്യുന്നു, 1 3 5 ഒക്കെ എന്താണ്? കോമ്പൗണ്ട് ഇവൻ്റാണ്. അതുപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, 2 5 ഒക്കെ എന്താണ്? ഒരു കോമ്പൗണ്ട് ഇവൻ്റാണ്. ഓക്കെ, അല്ലെങ്കിൽ 3 4 ഒക്കെ എന്താണ്? കോമ്പൗണ്ട് ഇവൻ്റാണ്. ഓക്കെ, അപ്പം ഒരു സാമ്പിൾ പോയിൻ്റേ ഉള്ളൂ എങ്കിൽ, ഒരു ഇവൻറ്റിൽ ഒരു സാമ്പിൾ പോയിൻ്റ് ഉള്ളെങ്കിൽ അതെന്താണ്? സിമ്പിൾ ഇവൻറ്റും. ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് കണ്ടെയ്ൻ മോർ ദാൻ 1 ആണെങ്കിൽ അതെന്താണ്? കോമ്പൗണ്ട് ഇവൻറ്റും ആയിരിക്കും. ഓക്കെ, അടുത്താണ് ലോസ് ഓഫ് ആൾജിബ്ര ഓഫ് ഇവൻറ്റ്സ്. അതായത് എ യൂണിയൻ നൾ സെറ്റ് എന്താണ്? അതിൽ ഒരു എലമെൻറ്റും ഇല്ല. ഓക്കെ, കണ്ടെയ്ൻ നോ എലമെൻറ്റ്സ്, അതാണ് നൾ സെറ്റ്. അപ്പോൾ എ യൂണിയൻ നൾ സെറ്റ് എന്താണ്? എ ആയിരിക്കും കേട്ടോ. എ ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആയിരിക്കും. എ യൂണിയൻ എസ് എന്തായിരിക്കും? എസ് എന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പിൾ സ്പേസ് ആണ്. ഓക്കെ, എ യൂണിയൻ സാമ്പിൾ സ്പേസ് ആയിരിക്കും. എ ഇൻ്റർസെക്ഷൻ സാമ്പിൾ സ്പേസ് എ ആയിരിക്കും. ഓക്കെ, സാമ്പിൾ സ്പേസ് എക്സാമ്പിൾ എസ് ഈസ് ഈക്വൽ ടു 1, 2, 3. എ എന്ന് പറയുന്നത് 1 എടുക്കുന്നു. അപ്പം എ ഇൻ്റർസെക്ഷൻ എസ് എന്ത് കിട്ടും? എ ഇൻ്റർസെക്ഷൻ എസ് എന്ന് പറയുന്നത് 1 കിട്ടും. അതായത് എ തന്നെ കിട്ടും. എ യൂണിയൻ എസ്, അത് എ യൂണിയൻ എസ് എടുക്കുമ്പോൾ 1 2 3 കിട്ടും. അതായത് സാമ്പിൾ സ്പേസ് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഐഡംപോർട്ടൻറ്റ് ലോസ് എന്ന് പറയുന്നത് എ യൂണിയൻ എ എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും. എ ഇൻ്റർസെക്ഷൻ എ എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും. അടുത്തത് കോംപ്ലിമെൻറ്റ് ലോ. കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ്. എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എയിൽ ഇല്ലാത്തത്. ഓക്കെ, ഈ കേസിൽ തന്നെ എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 2 3 അല്ലേ? 2 3 എയിൽ ഇല്ലാത്തത് 2 3. അപ്പോൾ യൂണിയൻ എടുക്കുമ്പോൾ എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് എടുക്കുമ്പോൾ 1 2 3 എന്ന് വരും. അതായത് സാമ്പിൾ സ്പേസ് കിട്ടും. ഓക്കെ, അത് എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? സാമ്പിൾ സ്പേസ് ആയിരിക്കും. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്, എക്കും എ കോംപ്ലിമെൻറ്റിനും ആയിട്ടുള്ള കോമൺ പോയിൻറ്റ് 1 2 3. ഇപ്പോൾ കോമൺ പോയിൻ്റ് ഇല്ല, അപ്പോൾ എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. പിന്നെ എ കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും? എ ആയിരിക്കും. എ കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ് എ ആയിരിക്കും. ദ കമ്മ്യൂട്ടേറ്റീവ് ലോ എ ഇൻ്റർസെക്ഷൻ ബിയും ബി ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എ യൂണിയൻ ബിയും ബി യൂണിയൻ എയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അടുത്താണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബി യൂണിയൻ സി, അതായത്
നമ്മൾ എ എടുക്കുന്നു, ബി യൂണിയൻ സി കണ്ടുപിടിക്കുന്നു, പിന്നെ യൂണിയൻ കണ്ടുപിടിക്കുന്നതും എ യൂണിയൻ ബി, ആദ്യം എ യൂണിയൻ ബി കണ്ടുപിടിക്കുന്നു, പിന്നെ യൂണിയൻ സി കണ്ടുപിടിക്കുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അതുപോലെ എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ ആദ്യം ബി ഇൻ്റർസെക്ഷൻ സി കണ്ടുപിടിക്കുന്നു, പിന്നെ എ കണ്ടുപിടിക്കുന്നു, പിന്നെ ഈ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുന്നു. അതുപോലെ ആദ്യം എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുന്നു, പിന്നെ ഇൻ്റർസെക്ഷൻ സി കണ്ടുപിടിക്കുന്നു. അതൊക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി ഒക്കെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത്. അടുത്താണ് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി എന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. ഓക്കെ, അതായത് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. ഓക്കെ, എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി ആയിരിക്കും. അതുപോലെ തന്നെ ഇത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറയുന്നത് എ യൂണിയൻ സി എ ഇൻ്റർസെക്ഷൻ ബി ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. അടുത്താണ് ഡി മോർഗൻസ് ലോ. എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ബി ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ബി കോംപ്ലിമെൻറ്റ് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ അവർ എന്താണ്? യൂണിയൻ, പിന്നെ ബി കോംപ്ലിമെൻറ്റ്. അതുപോലെ തന്നെ എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ എന്തായിട്ട് മാറും? ഇൻ്റർസെക്ഷൻ ആക്കും. ഇത് ബി കോംപ്ലിമെൻ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് ദ യൂണിയൻ ഇൻ്റർസെക്ഷൻ ഓഫ് ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, ഇത് ഡി മോർഗൻസ് ലോ. ഇതൊക്കെ കാണാൻ പഠിക്കുക. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സ്. രണ്ട് ഇവൻറ്റ്സ് ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സ് എന്ന് പറയണമെങ്കിൽ അതെന്താ? അതിൽ എയിലും ബിയിലും ഒരു കോമൺ പോയിൻറ്റ്സും കാണാൻ പാടില്ല. അതായത് എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, രണ്ട് ഇവൻറ്റ്സ് ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സ് ആണെങ്കിൽ എന്ന് പറയണമെങ്കിൽ ഇഫ് ദേ ഹാവ് നോ കോമൺ സാമ്പിൾ പോയിൻറ്റ്സ്, അതായത് എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു ഡൈ ത്രോ ചെയ്യുന്നു. എ എന്ന് പറയുന്നത് ഇവൻറ്റ് എന്താണ്? ഓഡ് നമ്പറാണ്. ബി എന്ന് പറയുന്ന ഇവൻറ്റ് എന്താണ്? ഔട്ട്കം 4 ആണ്. ഓക്കെ, എ എന്ന് പറയുന്ന ഇവൻറ്റ് എന്താണ്? എ എന്ന് പറയുന്ന ഇവൻറ്റ് ഓഡാണ്. അതായത് എ ഈസ് ഇക്വൽ ടു 1 3 5. ബി എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. ഹിയർ എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? ഇവിടെ നൾ സെറ്റാണ്. ഒരു കോമൺ പോയിൻറ്റും ഇല്ല. അതുകൊണ്ട് തന്നെ എയും ബി എന്താണെന്ന് പറയാം? മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സ് ആണ് പറയാം. ഓക്കെ, അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെ എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. എൻ ഇവൻറ്റ്സ് ആണെങ്കിൽ A1 A2 എക്സ്ട്രാ എൻ എ സെറ്റ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എ ഐ ഇൻ്റർസെക്ഷൻ ഏജ് എന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. എ ഐ ഇൻ്റർസെക്ഷൻ ഏജ് നൾ സെറ്റ് ആയിരിക്കും. ഐ നോട്ട് ഈക്വൽ ടു ജെ. ഓക്കെ, അപ്പം ഇതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. അതായത് എന്താണ്? കോമൺ പോയിൻറ്റ്സ് കാണാൻ പാടില്ല. അടുത്തതാണ് എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ്. അതായത് എ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് A1 A2 എക്സെട്ര എൻ സെറ്റ്. എക്സ്ഹോസ്റ്റീവ് എന്ന് പറയുമ്പം അതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര യൂണിയൻ AN എടുക്കുമ്പം നമുക്ക് എന്ത് കിട്ടണം? സാമ്പിൾ സ്പേസ് കിട്ടണം. നമുക്ക് S ഈസ് ഈക്വൽ ടു 1 2 3 4 5 6. ഓക്കെ, എ എന്ന് പറയുന്നത് 1, 3, 5. ഓക്കെ, എ ഈസ് ഈക്വൽ ടു 1, 2, 3. ബി എന്ന് പറയുന്നത് 4, 5, 6. ഓക്കെ, അപ്പം നമുക്ക് ഈ സാമ്പിൾ സ്പേസ് എടുത്തേക്കുന്നത് 1 2 3 4 5 6 ആണ്. ഓക്കെ, 4 5 6 ആണ്. ഇവിടെ എ യൂണിയൻ ബി എടുക്കുമ്പം നമുക്ക് എന്ത് കിട്ടും? 1 2 3 4 5 6 കിട്ടും. അതായത് സാമ്പിൾ സ്പേസ് കിട്ടും.
അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം എന്താണ് എയും ബിയും എന്താണ് എക്സ്ഹോസ്റ്റീവ് ഇവൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, യൂണിയൻ എടുക്കുമ്പം സാമ്പിൾ സ്പേസ് ആണ് അവ കിട്ടുന്നതെങ്കിൽ എയും ബിയും എന്തായിരിക്കും എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, അടുത്തതാണ് ഒരു സെറ്റ് ഓഫ് ഇവൻറ്റ്സ് A1 A2 എക്സെട്ര എന്നുള്ള ഇവൻറ്റ്സ് പാർട്ടീഷൻ ഫോം ചെയ്തു എന്ന് പറയണമെങ്കിൽ ടു ഫോം എ പാർട്ടീഷൻ അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കണം മ്യൂച്വലി എക്സ്ക്ലൂസീവുമായിരിക്കണം എക്സ്ഹോസ്റ്റീവുമായിരിക്കണം. ഓക്കെ, A1 A2 എക്സെട്ര എന്ന് പറയുന്ന സെറ്റ് പാർട്ടീഷൻ ഫോം ചെയ്തു എന്ന് പറയണമെങ്കിൽ അതെന്തായിരിക്കണം മ്യൂച്വലി എക്സ്ക്ലൂസീവും അതുപോലെ തന്നെ എക്സ്ഹോസ്റ്റീവും ആയിരിക്കണം. അതായത് ഒരു ഡൈ ത്രോ ചെയ്യുന്നു, എസ് എന്ന് പറയുന്നത് 1 2 3 4 5 5 6, എ എന്ന് പറയുന്നത് 1 3 5, ബി എന്ന് പറയുന്നത് എന്താണ് 2 4 6 ആണ്. ഓക്കെ, 2 4 6. ഓക്കെ, ഇത് പാർട്ടീഷൻ ഫോം ചെയ്യണമെന്ന് പറയണമെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി എടുക്കുമ്പോൾ എന്ത് കിട്ടണം നൾ സെറ്റ്, അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കണം. നമുക്കറിയാം എയ്ക്കും ബിക്കും എന്തെല്ലാം ഒരു കോമൺ പോയിൻറ്റ്സും ഇല്ല, അതുകൊണ്ട് തന്നെ എ ഇൻ്റർസെക്ഷൻ ബി എന്താണ് നൾ സെറ്റ് ആണ്. അതുപോലെ തന്നെ എ യൂണിയൻ ബി എടുക്കുമ്പോൾ എന്ത് കിട്ടും 1 2 3 4 5 6, അതായത് സാമ്പിൾ സ്പേസ് കിട്ടും. അങ്ങനെ നമുക്ക് പറയാം എയും ബി എന്ത് ഫോം ചെയ്തു പാർട്ടീഷൻ ഫോം ചെയ്തു എന്ന് പറയാം. ഓക്കെ, അപ്പം ഒരു സെറ്റ് ഓഫ് ഇവൻറ്റ് A1 A2 എക്സെട്ര പാർട്ടീഷൻ ഫോം ചെയ്തു എന്ന് പറയണമെങ്കിൽ അതെന്തായിരിക്കണം മ്യൂച്വലി എക്സ്ക്ലൂസീവും ആയിരിക്കണം, അതുപോലെ തന്നെ എന്തോ ആയിരിക്കണം എക്സ്ഹോസ്റ്റീവും ആയിരിക്കണം. ഓക്കെ, അടുത്തതാണ് സിഗ്മ ഫീൽഡ് ഓഫ് ഇവൻറ്റ്സ്. അതായത് ഒരു സെറ്റ് ഓഫ് ഇവൻറ്റ്സിനെ സിഗ്മ ഫീൽഡ് ഓഫ് ഇവൻറ്റ്സ് എന്ന് പറയണമെങ്കിൽ അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് സ്ക്രിപ്റ്റിനെ വായിക്കുന്നതാണ് സ്ക്രിപ്റ്റ് എ എഴുതുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സ്ക്രിപ്റ്റ് എ എന്ന് വായിക്കും. അപ്പം സ്ക്രിപ്റ്റ് എ എന്ന് പറയുന്നത് ഒരു സിഗ്മ ഫീൽഡാണ് എന്ന് പറയണമെങ്കിൽ ആ സെറ്റിൽ 5 അത് നൾ സെറ്റ് സ്ക്രിപ്റ്റ് എയിൽ ഉണ്ടായിരിക്കണം, എസ്സും സ്ക്രിപ്റ്റ് എയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നൾ സെറ്റും സ്ക്രിപ്റ്റ് എയിൽ ഉണ്ടായിരിക്കണം, എസ് സാമ്പിൾ സ്പേസും ആ സ്ക്രിപ്റ്റ് എയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ A1 A2 എക്സെട്ര ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എയിൽ ഉണ്ടെങ്കിൽ A1 A2 എന്ന സെറ്റ്, ആ സെറ്റ് സ്ക്രിപ്റ്റ് എയിൽ ഉണ്ടെങ്കിൽ യൂണിയൻ എടുക്കുമ്പം സ്ക്രിപ്റ്റ് എയിൽ ഉണ്ടായിരിക്കണം. അതായത് യൂണിയൻ എടുക്കുമ്പോൾ എവിടെ ഉണ്ടായിരിക്കണം സ്ക്രിപ്റ്റ് എയിൽ ഉണ്ടായിരിക്കണം. ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോഴും ആ സ്ക്രിപ്റ്റ് എയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, തേർഡ് എ സ്ക്രിപ്റ്റ് എയിൽ ഉണ്ടെങ്കിൽ എ കോംപ്ലിമെൻറ്റും എവിടെ ഉണ്ടായിരിക്കണം സ്ക്രിപ്റ്റ് എയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഇത്രയും ഈ 3 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്താൽ ഈ സ്ക്രിപ്റ്റ് എ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം സിഗ്മ ഫീൽഡ് ആണെന്ന് പറയാം. ഓക്കെ, 5 ബിലോങ്സ് ടു സ്ക്രിപ്റ്റ്, നൾ സെറ്റ് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരിക്കണം, സാമ്പിൾ സ്പേസും ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ A1 A2 എക്സെട്ര സ്ക്രിപ്റ്റിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ യൂണിയൻ എടുക്കുമ്പോഴും സ്ക്രിപ്റ്റിൽ ഉണ്ടായിരിക്കണം, ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോഴും സ്ക്രിപ്റ്റിൽ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എ സ്ക്രിപ്റ്റിൽ ഉണ്ടെങ്കിൽ നോട്ട് എ കോംപ്ലിമെൻറ്റും സ്ക്രിപ്റ്റ് എയിൽ ഉണ്ടായിരിക്കണം. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ S = 1 2 3 4 5 6 ഇതെന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ഇതെന്ന് പറയുന്നത് സിഗ്മ ഫീൽഡാണെന്ന് പറയണമെങ്കിൽ സിഗ്മ ഫീൽഡ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് സിഗ്മ ഫീൽഡാണെന്ന് പറയണമെങ്കിൽ ഓക്കെ ഇത് സിഗ്മ ഫീൽഡാണെന്ന് പറയണമെങ്കിൽ ഇവിടെ നോക്കി ഇവിടെ എന്തൊക്കെയുണ്ട് 5 ഉണ്ട്. ഓക്കെ, 5S 1 2 3 4 5 6 ഇത് ഒരു സിഗ്മ ഫീൽഡാണെന്ന് പറയണമെങ്കിൽ നമ്മൾ 5 സിഗ്മ ഫീൽഡിൽ ഉണ്ടായിരിക്കണം. സാറ്റിസ്ഫൈ ചെയ്തു, 5 ഉണ്ട് സ്ക്രിപ്റ്റ് എയിലുണ്ട്, എസ് എന്ന് പറയുന്നത് എന്തുണ്ട് സ്ക്രിപ്റ്റ് എയിലുണ്ട്. അതുപോലെ തന്നെ യൂണിയൻ എടുക്കും 2 സെറ്റ് 1 2 ഉണ്ട്, 3 4 5 6. ഓക്കെ, 1 ഇതാണ് സാമ്പിൾ സ്പേസ്, ഇതാണ് എന്ത് സാമ്പിൾ സ്പേസ് 1 2 3 4 5 6 ആണ് സാമ്പിൾ സ്പേസ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു 1 2 എടുക്കുന്നു, 1 2 എടുക്കുന്നു. ഓക്കെ, സെറ്റ് 1 2 എടുക്കുന്നു. ഈ 1 2ൻ്റെ സെറ്റ് അല്ലാത്തത് അതായത് 1 2 യൂണിയൻ 1 2 ഇതേ യൂണിയൻ ഇതെടുക്കുമ്പം അതായത് 1 2 യൂണിയൻ 3 4 5 6 ഇതേ യൂണിയൻ ഇതെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും സാമ്പിൾ സ്പേസ് കിട്ടും. അതും എന്തുണ്ട് സ്ക്രിപ്റ്റ് എയിലുണ്ട്. അതുപോലെ തന്നെ 1 2 ഇൻ്റർസെക്ഷൻ
3 4 5 6 എടുക്കുമ്പോൾ 1 2 ഇൻ്റർസെക്ഷൻ 3 4 5 6 എടുക്കുമ്പോൾ എന്ത് കിട്ടും? നൾ സെറ്റ് കിട്ടും. അത് ഇവിടെ തന്നെ ഉണ്ട്, സ്ക്രിപ്റ്റ് എയിലുണ്ട്. അതുപോലെ തന്നെ ഇത് 1 2 ആണ്. അപ്പം നോട്ട് എ ഇത് 1 2ൻ്റെ കോംപ്ലിമെൻ്റ് ഏതൊക്കെയാണ്? 3 4 5 6 ആണ്. അത് എവിടെ ഉണ്ട്? സ്ക്രിപ്റ്റ് എയിലുണ്ട്. അതുപോലെ തന്നെ 3 4 5 6 ഇതിൻ്റെ ഇതിൽ ഇല്ലാത്ത സെറ്റ് ഏതൊക്കെയാണ്? 1 2 അത് എവിടെ ഉണ്ട്? സ്ക്രിപ്റ്റ് എയിലുണ്ട്. ഓക്കെ. അപ്പോൾ തന്നെ 5 യൂണിയൻ എസിന് സാമ്പിൾ സ്പേസ് അത് സ്ക്രിപ്റ്റ് എയിലുണ്ട്. 5 ഇൻ്റർസെക്ഷൻ എസ് എടുക്കുമ്പോൾ എന്തുണ്ട്? 5 ഇൻ്റർസെക്ഷൻ എസ് എടുക്കുമ്പോൾ നൾ സെറ്റാണ്. അതും എവിടെ ഉണ്ട്? സാമ്പിൾ സ്ക്രിപ്റ്റ് എയിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1 2 യൂണിയൻ എസ് എടുക്കുമ്പോൾ എവിടെ ഉണ്ട്? 1 2 യൂണിയൻ എസ് എന്താണ്? 1 2 യൂണിയൻ എസ് അത് സാമ്പിൾ സ്പേസ് ആണ്. ഓക്കെ. 1 2 യൂണിയൻ എസ് അതെടുക്കുമ്പോൾ എവിടെ ഉണ്ട്? സാമ്പിൾ സ്പേസിലുണ്ട്. ഓക്കെ. അപ്പം ഇതെല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ കണ്ടീഷനല്ല, അതായത് യൂണിയൻ എടുക്കുമ്പോഴും സ്ക്രിപ്റ്റ് എയിലുണ്ട്, ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ സ്ക്രിപ്റ്റ് എയിലുണ്ട്, എ സ്ക്രിപ്റ്റ് എയിലുണ്ടെങ്കിൽ അതിൻ്റെ എ കോംപ്ലിമെൻ്റ് എവിടെ തന്നെ ഉണ്ട്? സ്ക്രിപ്റ്റ് എയിലുണ്ട്. അപ്പോൾ ഇതെന്തെന്ന് പറയാം? സിഗ്മ ഫീൽഡ് ആണെന്ന് പറയാം. ഓക്കെ. ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള സിഗ്മ ഫീൽഡാണ് 5s. അതായത് 5 കോംപ്ലിമെൻ്റ് എന്താണ്? സാമ്പിൾ സ്പേസ് ആണ്. അതിവിടെ തന്നെ ഉണ്ട്. സാമ്പിൾ സ്പേസിൻ്റെ കോംപ്ലിമെൻ്റ് എന്താണ്? നൾ സെറ്റാണ്. അതും ഇവിടെ തന്നെ ഉണ്ട്. 5 യൂണിയൻ എസ് എന്താണ്? നൾ സെറ്റ് യൂണിയൻ എസ് എന്നത് നൾ സെറ്റ് യൂണിയൻ സാമ്പിൾ സ്പേസ് എന്താണ്? സാമ്പിൾ സ്പേസ് ആണ്. അപ്പോൾ തന്നെ നൾ സെറ്റ് ഇൻ്റർസെക്ഷൻ സാമ്പിൾ സ്പേസ് എന്താണ്? നൾ സെറ്റാണ്. ഇതെല്ലാം എന്തുണ്ട്? ഈ സ്ക്രിപ്റ്റ് എയിലുണ്ട്. അപ്പോൾ അതിൻ്റെ സിംപ്ലസ്റ്റ് സിഗ്മ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. ഓക്കെ. അപ്പം സിഗ്മ ഫീൽഡ് ആണെന്ന് പറയണമെങ്കിൽ ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ് ഇവൻറ്റ്, അതായത് സാമ്പിൾ സ്പേസ് സബ്സെറ്റിൻ്റെ പ്രധാനമാണ് ഇവൻറ്റ്. 2 ടൈപ്പ് ഉണ്ട്, സിമ്പിളും കോമ്പൗണ്ടും. സിമ്പിൾ ആണെങ്കിൽ ഒരു സാമ്പിൾ പോയിൻ്റേ കാണാൻ പാടുള്ളൂ. കോമ്പൗണ്ട് ആകുമ്പം ഒന്നിൽ കൂടുതൽ എന്താണ് ഔട്ട്കം വരണം. പിന്നെ ലോസ് ഓഫ് ആൾജിബ്ര, അതുപോലെ തന്നെ അസോസിയേറ്റീവ്, പിന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഡിസ്റ്റോയിൻറ്റ് ഇവൻറ്റ്സ്. കോമൺ പോയിൻറ്റ്സ് ഇല്ല എങ്കിൽ അതെന്താണ്? മ്യൂച്വലി അല്ലെങ്കിൽ ഡിസ്റ്റോയിൻറ്റ് ഇവൻ്റ് എന്ന് പറയും. ഫുൾ യൂണിയൻ എടുക്കുമ്പോൾ A1 A2 എക്സ്ട്രാ AN സെറ്റ് ഓഫ് ഇവൻ്റ് ആണ്. അതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് സാമ്പിൾ സ്പേസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് എക്സ്ഹോസ്റ്റീവ് ആണ്. പിന്നെ പാർട്ടീഷൻ എന്ന് പറയുമ്പം അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കണം, എക്സ്ഹോസ്റ്റീവ് ആയിരിക്കണം. പിന്നെ സിഗ്മ ഫീൽഡ് ഓഫ് ഇവൻറ്റ്സ്. ഓക്കെ.